2026 മെയ് 16 രൂപം കൊണ്ട കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ത്യയിലെ നവരാഷ്ട്രീയ ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു ജനകീയ ഡിജിറ്റൽ രാഷ്ട്രീയ പ്രസ്ഥാനമായി വിലയിരുത്തപ്പെടുന്നു. ആം ആദ്മി പാർട്ടിയുടെ മുൻ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റായ അഭിജിത് ദീപ്കെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. വോയിസ് ഓഫ് ദ ലേസി ആൻഡ് അൺഎംപ്ലോയിഡ്, അലസരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം എന്ന മുദ്രാവാക്യത്തോടെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വന്നത്. 2026 മെയ് 15 സുപ്രീം കോടതിയിൽ നടന്ന ഒരു വാദത്തിനിടെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിലില്ലാത്ത യുവാക്കളെ കോക്രോച്ചസ് അഥവാ പാറ്റകളോട് ഉപമിച്ചു എന്ന ആരോപണം സമൂഹ മാധ്യമങ്ങളിലും യുവജന സമൂഹത്തിലും വലിയ പ്രതിഷേധത്തിന് കാരണമായി. അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഈ അപമാനകരമായ പരാമർശത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ രാഷ്ട്രീയ രൂപമായാണ് അഭിജിത് ദീപ്കെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ആശയം അവതരിപ്പിച്ചത്. അതിനാൽ ഈ പ്രസ്ഥാനം ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി തൊഴിലില്ലാത്തവരുടെയും യുവജന നിരാശയുടെയും സാമൂഹിക അപമാനവും രാഷ്ട്രീയ പ്രതിരോധമാക്കി മാറ്റാനുള്ള പുതിയ തരത്തിലുള്ള ആക്ഷേപഹാസ്യ രാഷ്ട്രീയ പ്രസ്ഥാനമായി കാണണം. കോക്രോച്ച് ജനതാ പാർട്ടിയെ ഇന്ത്യയിലെ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിശാല പശ്ചാത്തലത്തിലാണ് വിലയിരുത്തേണ്ടത്. അരവിന്ദ് കെജ്രിവാൾ നയിച്ച ആം ആദ്മി പാർട്ടി, കർഷക പ്രക്ഷോഭങ്ങൾ, യുവജന തൊഴിലില്ലായ്മ സമരങ്ങൾ, സോഷ്യൽ മീഡിയ രാഷ്ട്രീയ കൂട്ടായ്മകൾ എന്നിവയെ പോലെ തന്നെ പരമ്പരാഗത രാഷ്ട്രീയ സംവിധാനങ്ങളോടുള്ള അസന്തോഷമാണ് CJPയുടെയും അടിത്തറ. കുടുംബാധിപത്യം, കോർപ്പറേറ്റ് രാഷ്ട്രീയ സ്വാധീനം, മതധ്രുവീകരണം, അഴിമതി, തൊഴിലില്ലായ്മ, രാഷ്ട്രീയ വാഗ്ദാനങ്ങളുടെയും യാഥാർത്ഥ്യത്തിന്റെയും തമ്മിലുള്ള വ്യത്യാസം എന്നിവ ഇന്ത്യൻ യുവജനങ്ങളിൽ രാഷ്ട്രീയ നിരാശയും അസ്വസ്ഥതയും സൃഷ്ടിച്ചിട്ടുണ്ട്. നിലവിലെ രാഷ്ട്രീയ പാർട്ടികൾ സാധാരണ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന വികാരമാണ് ഇത്തരത്തിലുള്ള നവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രധാന രാഷ്ട്രീയ സന്ദേശം. അതുകൊണ്ട് തന്നെ CJP യുവജനങ്ങളുടെ രാഷ്ട്രീയ അനാഥത്വത്തെയും അസന്തോഷത്തെയും പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനമായി മാറാനാണ് ശ്രമിക്കുന്നത്. 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ രാഷ്ട്രീയം ടെലിവിഷനിൽ നിന്ന് മൊബൈൽ ഫോണിലേക്കും പാർട്ടി ഓഫീസുകളിൽ നിന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കും മാറിയ സാഹചര്യത്തിലാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഉയർന്നു വരുന്നത്. യൂട്യൂബ് ചാനലുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇൻസ്റ്റാഗ്രാം റീലുകൾ, ഫേസ്ബുക്ക് ലൈവുകൾ, എക്സ് പോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയവയിലാണ് ഇന്ന് രാഷ്ട്രീയ പ്രചാരണത്തിന്റെ പ്രധാന ആയുധമായി മാറിയിരിക്കുന്നത്. കുറഞ്ഞ സാമ്പത്തിക ചെലവിൽ വലിയ രാഷ്ട്രീയ സ്വാധീനം സൃഷ്ടിക്കാനാകുന്ന മീം രാഷ്ട്രീയം, വൈറൽ പ്രചാരണങ്ങൾ, വികാരാത്മക ഡിജിറ്റൽ ക്യാമ്പയിനുകൾ എന്നിവയാണ് CJP പോലുള്ള പ്രസ്ഥാനങ്ങളുടെ ശക്തി തന്നെ. അതുകൊണ്ട് തന്നെ ഇത് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് കേഡർ മാതൃകയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഡിജിറ്റൽ ജനകീയ രാഷ്ട്രീയം എന്ന നിലയിലാണ് കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനസംഖ്യാ ശക്തിയായ യുവാക്കളാണ് CJP പോലുള്ള പ്രസ്ഥാനങ്ങളുടെ പ്രധാന രാഷ്ട്രീയ അടിത്തറ. തൊഴിലില്ലായ്മ, പരീക്ഷാ അഴിമതികൾ, കരാർ നിയമനങ്ങൾ, സാമ്പത്തിക അനിശ്ചിതത്വം, കുടിയേറ്റം എന്നിവ യുവജനങ്ങളിൽ വലിയ അസ്വസ്ഥതയും നിരാശയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ നിരാശയെ രാഷ്ട്രീയ ഊർജമാക്കാനുള്ള ശ്രമമാണ് CJP നടത്തുന്നത്. സിസ്റ്റം യുവാക്കളെ പരാജയപ്പെടുത്തി എന്ന ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് രാഷ്ട്രീയ വാദമാണ് ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ശക്തി. നഗര മധ്യവർഗം, തൊഴിലില്ലാത്ത യുവാക്കൾ, സോഷ്യൽ മീഡിയ രാഷ്ട്രീയ ഉപഭോക്താക്കൾ എന്നിവരെ ഈ രാഷ്ട്രീയം വേഗത്തിൽ ആകർഷിക്കാൻ കഴിയും. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഏറ്റവും വ്യത്യസ്തമായ സവിശേഷത അതിന്റെ ആക്ഷേപഹാസ്യ രാഷ്ട്രീയ സ്വഭാവമാണ്. കോക്രോച്ച് എന്ന അപമാനപരമായ പദം തന്നെ രാഷ്ട്രീയ ഐഡന്റിറ്റിയാക്കി മാറ്റുന്നത് അധികാര ഭാഷയെ പരിഹസിക്കുകയും അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഡിജിറ്റൽ കാലഘട്ടത്തിന്റെ മീം രാഷ്ട്രീയ മാതൃകയാണ്. ഇത് വെറുമൊരു തമാശ രാഷ്ട്രീയം മാത്രമല്ല, മറിച്ച് അധികാര കേന്ദ്രങ്ങളുടെ ഭാഷയ്ക്കെതിരെ സാംസ്കാരിക രാഷ്ട്രീയ പ്രതിരോധമാണ്. ലോകത്ത് മുമ്പ് ഇറ്റലിയിലെ 5 സ്റ്റാർ മൂവ്മെന്റ് പോലുള്ള പ്രസ്ഥാനങ്ങൾ ആക്ഷേപഹാസ്യവും ആന്റി സിസ്റ്റം രാഷ്ട്രീയവും ഉപയോഗിച്ച് വലിയ ജനപ്രീതി നേടിയതുപോലെ ഇന്ത്യയിലും ഇത്തരമൊരു രാഷ്ട്രീയ ശൈലി ഉയർന്നു വരാനുള്ള സാധ്യത CJP സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയ ആശയപരമായി CJP പോലുള്ള പ്രസ്ഥാനങ്ങൾ സാധാരണയായി വ്യക്തമായ ഇടതോ വലതോ രാഷ്ട്രീയ രേഖ പിന്തുടരാറില്ല. പകരം ഇടതുപക്ഷ സാമൂഹിക ആശയങ്ങൾ, ജനകീയ വികസന വാഗ്ദാനങ്ങൾ, അഴിമതി വിരുദ്ധത, യുവജന രാഷ്ട്രീയം, ഡിജിറ്റൽ ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങളുടെ മിശ്ര രൂപമായിരിക്കും ഇവ. ഇതിനെ ഐഡിയോളജിക്കൽ ഹൈബ്രിഡ് പൊളിറ്റിക്സ് എന്ന് വിശേഷിപ്പിക്കാം. ഈ സ്വഭാവം ആദ്യഘട്ടത്തിൽ വ്യാപക ജനപ്രീതി നേടാൻ സഹായിച്ചാലും ദീർഘകാല രാഷ്ട്രീയ സ്ഥിരതയ്ക്ക് വ്യക്തമായ നയരേഖ ആവശ്യമായി വരും. ഇന്ത്യയിലെ രാഷ്ട്രീയ ഭാവിയിൽ
കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പ്രാദേശിക പ്രസ്ഥാനത്തിൽ നിന്ന് ദേശീയ ശ്രദ്ധ നേടാനുള്ള സാധ്യതയുണ്ട്. DMK, ശിവസേന, ആം ആദ്മി പാർട്ടി തുടങ്ങിയ പല ദേശീയ സ്വാധീനമുള്ള പാർട്ടികളും ചെറിയ പ്രാദേശിക ശക്തികളായി തുടങ്ങിയവയാണ്. അതുപോലെ CJP ഒരു നഗര യുവജന പ്രസ്ഥാനമായോ തൊഴിലില്ലായ്മ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായോ വളരാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇന്ത്യയിലെ പുതിയ തലമുറ ടെലിവിഷനേക്കാൾ, മൊബൈൽ ഫോണിലും പാർട്ടി ഓഫീസുകളെക്കാൾ സോഷ്യൽ മീഡിയയിലുമാണ് രാഷ്ട്രീയത്തെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈറൽ പ്രചാരണം, ഇൻഫ്ലുവൻസർ രാഷ്ട്രീയം, ഓൺലൈൻ ജനകീയത എന്നിവ ഉപയോഗിച്ച് ചെറിയ പ്രസ്ഥാനങ്ങൾ പോലും വലിയ ദേശീയ സ്വാധീനം നേടുന്ന കാലഘട്ടത്തിലാണ് CJP ഉയർന്നു വരുന്നത്. അതേസമയം മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പ്രസ്ഥാനം ഉയർത്തുന്ന വെല്ലുവിളികളും ഗൗരവമേറിയതാണ്. പ്രധാന ദേശീയ പാർട്ടികളായ BJP, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നിവയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി യുവജനങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസം നിലനിർത്തുക എന്നതാണ്. CJP പോലുള്ള പ്രസ്ഥാനങ്ങൾ തൊഴിലില്ലായ്മയും യുവജന നിരാശയും രാഷ്ട്രീയ ആയുധമാക്കുന്നു. കൂടാതെ ജാതി, മതം, പ്രാദേശികത എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗത വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് പകരം തൊഴിലില്ലാത്ത യുവാവ് എന്ന പുതിയ രാഷ്ട്രീയ ഐഡന്റിറ്റി സൃഷ്ടിക്കാനുള്ള ശ്രമവുമാണ് ഇത്. സോഷ്യൽ മീഡിയ നറേറ്റീവ് യുദ്ധവും ഇതിന്റെ പ്രധാന ഘടകമാണ്. ഇന്ന് ഒരു മീം അല്ലെങ്കിൽ ഒരു വൈറൽ വീഡിയോ, ഒരു പരിഹാസ പ്രസംഗം പോലും ദേശീയ തലത്തിൽ രാഷ്ട്രീയ ചർച്ചയായി മാറാൻ കഴിയും. ഇത് പരമ്പരാഗത പാർട്ടികളുടെ പ്രചാരണ രീതികൾക്ക് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ CJPയുടെ മുന്നിലുള്ള ആഭ്യന്തര വെല്ലുവിളികളും ചെറുതല്ല. വൈറൽ ജനപ്രീതി മാത്രം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ദീർഘകാലം നിലനിർത്തില്ല. ഒരു ദേശീയ രാഷ്ട്രീയ ശക്തിക്ക് കേഡർ സംവിധാനം, സംസ്ഥാനതല സംഘടന, സാമ്പത്തിക അടിത്തറ, തെരഞ്ഞെടുപ്പ് യന്ത്രം, ദീർഘകാല രാഷ്ട്രീയ പോളിസി എന്നിവ അത്യാവശ്യമാണ്. കൂടാതെ സാമ്പത്തിക നയം, മതനിരപേക്ഷത, സാമൂഹിക നീതി, സ്വകാര്യവൽക്കരണം, ഫെഡറലിസം, വിദേശ നയം തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടില്ലെങ്കിൽ പ്രസ്ഥാനം ആശയപരമായ ആശയക്കുഴപ്പത്തിലാവും. ഒരൊറ്റ നേതാവിനെ കേന്ദ്രീകരിച്ച വ്യക്തിനിർമ്മിത രാഷ്ട്രീയം അധികാര കേന്ദ്രീകരണത്തിനും ഉൾപ്പിളർപ്പുകൾക്കും വഴിവെക്കാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും കോക്രോച്ച് ജനതാ പാർട്ടി പോലുള്ള നവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നിർണായകമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നു. തൊഴിലില്ലായ്മ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര വിഷയമാകുമോ? ഡിജിറ്റൽ ജനകീയത തെരഞ്ഞെടുപ്പുകളെ നിർണയിക്കുമോ? യുവജന രാഷ്ട്രീയം പരമ്പരാഗത പാർട്ടികളെ മറികടക്കുമോ? ആന്റി സിസ്റ്റം രാഷ്ട്രീയം ഇന്ത്യയിൽ പുതിയ ദേശീയ രാഷ്ട്ര ഭാഷയാകുമോ? എന്നീ ചോദ്യങ്ങളാണ് CJP പോലുള്ള പ്രസ്ഥാനങ്ങളുടെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം. അതിനാൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ വെറും തമാശ രാഷ്ട്രീയമായി തള്ളിക്കളയാനാവില്ല. മറിച്ച് ഇന്ത്യയിലെ യുവജന അസ്വസ്ഥതയുടെയും ഡിജിറ്റൽ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയത്തിന്റെയും ആഴത്തിലുള്ള സാമൂഹിക പ്രതിഫലനമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്.